എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടായിരുന്ന 9 മാവോയിസ്റ്റ് ഇൻക്ലൂഡിങ് 6 വുമൻ കിൽഡ് ഇൻ ദന്തവാഡ ഓപ്പറേഷൻ. അപ്പോൾ ഇത് നമ്മുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, GS3 ഇൻറ്റേർണൽ സെക്യൂരിറ്റി. അപ്പോൾ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ഒക്കെ റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് അതിൻ്റെ ഒരു ഇൻസൈറ്റ് തരുന്ന രീതിയിലുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് ഹൈക്സ് ഇന്ത്യസ് എക്കണോമിക് ഗ്രോത്ത് ഫോർകാസ്റ്റ് ടു 7% ഫോർ 2024-25. അപ്പോൾ ഇത് നമ്മുടെ എക്കണോമിക് പെർസ്പെക്റ്റീവ് ആണെങ്കിലും GS2 ഇൻ്റർനാഷണൽ റിലേഷൻസ് അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ബോഡി വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ബോഡീനെ കുറിച്ചാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേൾഡ് ബാങ്കിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിലിംസിൽ നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ടേക്ക് ഓൺ ദ ചാലഞ്ച് ഓഫ് റൈസിങ് ഇൻകം ഇൻഇക്വാളിറ്റി. അപ്പോൾ ഇത് GS3 എക്കണോമി അല്ലെങ്കിൽ ഇൻകം ഇൻഇക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ആർട്ടിക്കിളാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ന്യൂസിലോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ 9 മാവോയിസ്റ്റ് ഇൻക്ലൂഡിങ് 6 വുമൻ കിൽഡ് ഇൻ ദന്തവാഡ ഓപ്പറേഷൻ. ഓക്കെ, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ ദന്തവാഡ റീജിയനിൽ ഒരു ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള കോമ്പാറ്റിൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഷൂട്ട് ഔട്ടിൽ 9 മാവോയിസ്റ്റുകൾ മരിച്ചു എന്നാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി നോക്കാൻ പോകുന്നത് ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എന്താണെന്ന് നോക്കും. റെഡ് കോറിഡോർ എന്ന് പറയുന്ന റീജിയനെ കുറിച്ചും നമ്മൾ നോക്കും. ഓക്കെ, അപ്പം ബാക്ക്ഗ്രൗണ്ട് ഓഫ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം. ഓക്കെ, ലെഫ്റ്റ് വിങ് അല്ലെങ്കിൽ LW ഓഫൺ റെഫേർഡ് ടു ആസ് നക്സലിസം അല്ലെങ്കിൽ മാവോയിസം എമേർജ്ഡ് ഫ്രം ദ പെസന്റ് അപ്രൈസിങ്സ് ഇൻ വെസ്റ്റ് ബംഗാൾ ഇൻ ദ ലേറ്റ് 1960s. ഓക്കെ, അത് എന്താണ് മാവോ ഡെസോങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തിട്ട്, അതായത് ഗറില വാർഫെയർ ബേസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസിനെയാണ് അതിനെ ബേസ് ചെയ്തിട്ട്, അതായത് വയലൻസ് ഉപയോഗിച്ചിട്ട് റൂൾ ചെയ്യുക അല്ലെങ്കിൽ വയലൻസ് ബേസ് ചെയ്തിട്ടുള്ള അപ്രൈസിങ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അത് എമേഴ്സ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, ദ മൂവ്മെൻറ്റ് ഹാസ് സ്പ്രെഡ് ടു വേരിയസ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ക്രിയേറ്റിംഗ് എ റെഡ് കോറിഡോർ ദാറ്റ് സ്പാൻസ് ഫ്രം വെസ്റ്റ് ബംഗാൾ ടു ആന്ധ്രാപ്രദേശ് കവറിംഗ് ദ പാർട്സ് ഓഫ് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, മഹാരാഷ്ട്ര ആൻഡ് തെലങ്കാന. ഓക്കെ, ഇത്രയും റീജിയൻസ് ആണ് കവർ ചെയ്യുന്നത്. നമ്മളിതിൻ്റെ മാപ്പ് നോക്കുവാണെങ്കിൽ ഇതാണ് റെഡ് കോറിഡോർ റീജിയൻ എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശ് കവർ ചെയ്യുന്നുണ്ട്, കർണാടകയുടെ കുറച്ച് പാർട്ട് കവർ ചെയ്യുന്നുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, ഛത്തീസ്ഗഡ്, ഒഡീഷ, പിന്നെ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാളുണ്ട്, ബീഹാർ, മധ്യപ്രദേശ്, ആ ഒരു റീജിയനിൽ ആക്ച്വലി ഉണ്ട്. ഓക്കെ, ഇതിൽ ന്യൂ ഏരിയാസ് ഓഫ് മാവോയിസ്റ്റ് എക്സ്പാൻഷനും കൂടി നോക്കി വെച്ചേക്കുക. അത് ആസാമിലുണ്ട്, മണിപ്പൂരിലും അതിന് എക്സ്പാൻഡഡ് ആയിട്ട് ഉണ്ട് എന്നും കൂടി അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ചാലഞ്ചസ്, അതായത് ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസത്തെ കോമ്പാക്ട് ചെയ്യുമ്പോൾ വരുന്ന ചാലഞ്ചസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക്കൽ ടെറൈൻ ആണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഡെൻസ് ഫോറസ്റ്റ് ആൻഡ് ഡിഫിക്കൽട്ട് ടെറൈൻ ഇൻ ഏരിയാസ് ലൈക്ക് ദന്തവാഡ മേക്സ് ഇറ്റ് ചാലഞ്ചിങ് ഫോർ സെക്യൂരിറ്റി ഫോഴ്സസ് ടു കണ്ടക്ട് ഓപ്പറേഷൻസ്. പിന്നെ ലോക്കൽ സപ്പോർട്ട് ബേസ് ആണ്. അപ്പം മാവോയിസ്റ്റുകൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഇതിനെ കൊണ്ടുവരുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഒക്കെയാണ് ഇവർ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള റീജിയൻസ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ്സ് ആണ് നമ്മൾ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ്. അപ്പോൾ അവിടെ ഗവൺമെൻറ് സപ്പോർട്ടാണെങ്കിലും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആണെങ്കിലും വളരെ ചെറിയ തോതിലേ ഉള്ളൂ. ഓക്കെ, ബീഹാർ, ജാർഖണ്ഡ് റീജിയൻസ് ഒക്കെ നമുക്കറിയാം വൺ ഓഫ് ദ പൂറസ്റ്റ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള അജിറ്റേഷൻസിലാണ് മാവോയിസ്റ്റുകൾ ലോക്കൽ സപ്പോർട്ട് നേടിയെടുക്കുന്നത്. ഓക്കെ, മാവോയിസ്റ്റ് ഓഫൺ എൻജോയ് സപ്പോർട്ട് ഫ്രം ലോക്കൽ ട്രൈബൽ പോപ്പുലേഷൻസ് ഹൂ ഫീൽ ഏലിയനേറ്റഡ് ഡ്യൂ ടു ഹിസ്റ്റോറിക്കൽ നെഗ്ലക്ട് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ ഇൻഡസ്ട്രീസ്. അപ്പോൾ ബീഹാർ അല്ലെങ്കിൽ ജാർഖണ്ഡ് റീജിയൻ അല്ലെങ്കിൽ ഒറീസ റീജിയൻ ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള റീജിയനാണ്. നാച്ചുറൽ റിസോഴ്സസ് ഒത്തിരി ഉണ്ട്, പക്ഷേ അവിടെ ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോയിറ്റേഷനുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് സ്പോൺസേർഡ് ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ലോക്കൽ പോപ്പുലേഷന് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ഇതുപോലത്തെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസത്തിന് സപ്പോർട്ടും കൊടുക്കും. പിന്നെ IEDs അല്ലെങ്കിൽ ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ്. അപ്പോൾ IEDs അറിയാം, അത് മാവോയിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സിഗ്നിഫിക്കൻറ്റ് കാഷ്വാലിറ്റീസ് കൊണ്ടുവരും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ച് എന്താണ് എന്നും കൂടി അറിഞ്ഞിരിക്കാം. പിന്നെ സമാധാൻ ഡോക്ട്രിൻ. ദിസ് കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജി ഇൻക്ലൂഡ് സ്മാർട്ട് ലീഡർഷിപ്പ്, aggressive strategy,
മോട്ടിവേഷൻ ആൻഡ് ട്രെയിനിങ്, ആക്ഷനബിൾ ഇൻ്റലിജൻസ്, ഫൈനാൻഷ്യൽ സപ്പോർട്ട്, ടെക്നോളജി ആൻഡ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ട്രെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ സമാധാൻ ഡോക്ട്രെയിൻ അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ സമാധാൻ ഡോക്ട്രെയിൻ എന്തിനെ റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസത്തിൽ റിലേറ്റഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആൻസർ റൈറ്റിംഗ് എഴുതുമ്പോഴേക്കും സമാധാൻ ഡോക്ട്രെയിൻ അതിനകത്ത് കൊണ്ടുവരാനായിട്ട് നോക്കുക. പിന്നെ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് ലോഞ്ച്ഡ് ഇൻ 2009 റിമെയിൻസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് counter insurgency operations aimed at flushing out Maoists from their strongholds. പിന്നെ സറണ്ടർ ആൻഡ് റീഹാബിലിറ്റേഷൻ പോളിസീസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ആക്ച്വലി ആന്ധ്രാപ്രദേശിൻ്റെ ഗ്രേ ഹൗൺസ് എന്ന് പറയുന്ന ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ഉണ്ട്. അവർ വളരെ ആക്റ്റീവാണ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം കോമ്പാറ്റ് ചെയ്യാനായിട്ട്. അവരെ നിങ്ങൾക്ക് വേണേൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പം പിന്നെ surrender and rehabilitation policy incentives are provided for Maoists who surrender, including vocational training, financial support and land grants. Okay. പിന്നെ ഡെവലപ്മെൻറ്റൽ ഇനിഷ്യേറ്റീവ്സ് ആണ്. ദ ഗവൺമെൻറ് ഹാസ് ലോഞ്ച് ന്യൂമറസ് സ്കീംസ് ഇൻ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം അഫക്റ്റഡ് ഏരിയാസ് ടു അഡ്രസ് റൂട്ട് കോസസ് ഓഫ് എക്സ്ട്രീമിസം, ഇൻക്ലൂഡിംഗ് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പുവർ ഗവർണൻസ്. പിന്നെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഉണ്ട്. അതായത് എന്താണ്, ബാക്ക്വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രൈബൽ ഏരിയാസിൽ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അതായത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാനായിട്ട് ഉള്ള പ്രോഗ്രാംസ് ആണ്. പിന്നെ റോഡ് കണക്ടിവിറ്റി ആൻഡ് ഇലക്ട്രിഫിക്കേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നുണ്ട്. അതായത് ലാർജ് സ്കെയിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ഇൻക്ലൂഡിംഗ് കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, ഇലക്ട്രിഫിക്കേഷൻ ഓഫ് റിമോട്ട് ഏരിയാസ്, എയിം ടു ഇൻറ്റഗ്രേറ്റ് ദീസ് റീജിയൻസ് ഇൻ ടു ദ മെയിൻ സ്ട്രീം ഡെവലപ്മെൻറ്റ്. പിന്നെ സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെ റോള് നമ്മൾ നോക്കുകയാണെങ്കിൽ CRPF and state forces with specialized anti-national units like District Reserve Guard പിന്നെ have been instrumental in reducing the influence of Maoists, the use of advanced technology including drones, satellite imagery and better intelligence sharing mechanism and enhance the effectiveness of operations. പിന്നെ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗവർണൻസിൽ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസർജൻസി ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിനെ ഹിൻഡർ ചെയ്യും, അതായത് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്, അതായത് അതിൽ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. ആ സ്റ്റേറ്റിൽ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഒക്കെ കൊണ്ടുവരുവാണെങ്കിലും ഇവിടെ മാവോയിസ്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസ് അവിടെ വരുന്നത് കുറയും, എക്കണോമിക് ഡെവലപ്മെൻറ്റ് കുറയും. ഓക്കെ, ഡിസ്പ്ലേസസ് ട്രൈബൽ പോപ്പുലേഷൻ, ഹിൻഡേഴ്സ് ആക്സസ് ടു ബേസിക് സർവീസസ് ലൈക്ക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ അഫക്റ്റഡ് റീജിയൻസ്. പിന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ ലെഫ്റ്റ് വിങ് അഫക്റ്റഡ് റീജിയൻസ് ഡിറ്റർ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞ പോലെ അവിടെ കമ്പനീസ്, കാരണം ഒരു കമ്പനി അവിടെ ബിസിനസ് ചെയ്യാൻ വരുമ്പോഴേക്ക് അവർക്ക് ബിസിനസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യണം. അപ്പോൾ ഇതുപോലെ എക്സ്ട്രീമിസം ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ അവിടെ പോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയും, ദെയർ ബൈ ഇമ്പാക്റ്റിംഗ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു വേ ഫോർവേഡ് എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ്. അതായത് സെക്യൂരിറ്റി ഓപ്പറേഷൻസും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സും ഒരുമിച്ച് കൊണ്ടുപോവുക, ഇംപ്രൂവിങ് ഗവർണൻസ്, റെഡ്യൂസിങ് പോവർട്ടി ആൻഡ് അഡ്രസ്സിങ് സോഷ്യോ എക്കണോമിക് ഗ്രീവൻസസ്. പിന്നെ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻ്റ് ആണ്. എംപവറിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ത്രൂ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് ക്യാൻ റെഡ്യൂസ് ദിയർ ഡിപ്പെൻഡൻസി ഓൺ മാവോയിസ്റ്റ്. പിന്നെ ഫോക്കസ്ഡ് കോർഡിനേഷൻ, ഇംപ്രൂവ് കോർഡിനേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഫോഴ്സസ് along with local administration can ensure more effective counter insurgency efforts. അപ്പോൾ ഇത് 2020 UPSC മെയിൻസിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആൻസർ സ്ട്രക്ചർ ചെയ്യാം. കാരണം ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോക്കി വെക്കുക, ഇതിനൊരു ആൻസർ നിങ്ങൾ സ്ട്രക്ചർ ചെയ്യാം. ഓക്കെ, വാട്ട് ആർ ദ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ഇൻ ദ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ? വാട്ട് സ്ട്രാറ്റജി ഷുഡ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, സിവിൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സസ് അഡോപ്റ്റ് ടു കൗണ്ടർ ദ ത്രെറ്റ് ഇൻ ദ അഫക്റ്റഡ് ഏരിയാസ്? ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എന്താണെന്ന് പറയണം. പിന്നെ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ എസ്പെഷ്യലി ഈസ്റ്റേൺ പാർട്ടിൽ എന്തുകൊണ്ട് വരുന്നു എന്ന് പറയണം. നമുക്കറിയാം എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു റീജിയനാണ് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. അത് എന്തുകൊണ്ടാണ് അവിടെ എക്കണോമിക് ബാക്ക്വേർഡ് ആയെന്ന് അറിയിക്കുക. പിന്നെ ഇതിൽ വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്താണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഇവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, പിന്നെ സെക്യൂരിറ്റി ഫോഴ്സസ് എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ചോദ്യത്തിലുണ്ട്. അപ്പോൾ അതിനെല്ലാം നിങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ന്യൂസിലോട്ട് നമ്മൾ പോവുകയാണ്. വേൾഡ് ബാങ്ക് ഹൈക്സ്
India's economic growth forecast to 7% for 2024 to 2025. അപ്പോൾ ഇന്ത്യാസ് എക്കണോമിക് ഗ്രോത്ത് പ്രൊജക്ഷൻസ് 7% ആക്കിയിട്ടുണ്ട്. 6.6 നിന്നാണ് 7%ഓട്ട് ആക്കിയേക്കുന്നത്. ദ പ്രൊജക്ഷൻ ഈസ് ഇൻ ലൈൻ വിത്ത് ദ സിമിലർ എസ്റ്റിമേറ്റ്സ് ഫ്രം IMF ആൻഡ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, indicating India's resilience amidst global economic uncertainty. India has been highlighted as the fastest growing major economy globally with an impressive 8.2% growth in ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ അത്രയും പെർസെൻറ്റേജ് ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് ഈ ഇന്ത്യയുടെ ഗ്രോത്തിനെ, എക്കണോമിക് ഗ്രോത്തിനെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്? ഒന്ന്, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഗവൺമെൻറ് ആക്ച്വലി എന്താണ് ഈ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ക്രിയേറ്റിംഗ് ജോബ്സ്, സ്പേറിംഗ് എക്കണോമിക് ആക്ടിവിറ്റി ഇൻ കൺസ്ട്രക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് യൂട്ടിലിറ്റീസ്. പിന്നെ മാനുഫാക്ചറിങ് സെക്ടർ ബൂമാണ്. ഇന്ത്യാസ് മാനുഫാക്ചറിങ് സെക്ടർ ഗ്രൂ ബൈ 9.9%. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു വാല്യൂ ഓർത്തിരിക്കുക. MSME റിലേറ്റഡ് ആയിട്ടാണെങ്കിലും സെക്കൻഡറി സെക്ടർ റിലേറ്റഡ് ആയിട്ടൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ ഗ്രോത്ത് 9.9% ആയി കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളുടെ ആൻസേഴ്സ് സ്ട്രക്ചർ ചെയ്യാനായിട്ട് പറ്റും. സപ്പോർട്ടഡ് ബൈ ദ ഗവൺമെൻറ്റ്സ് മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് ഇൻക്രീസ്ഡ് FDI ആൻഡ് ഡിമാൻഡ് ഫോർ ഡൊമസ്റ്റിക്കലി മാനുഫാക്ചേർഡ് ഗുഡ്സ്. പിന്നെ സർവീസസ് സെക്ടർ റിസൈലൻസ്. ദ സർവീസസ് സെക്ടർ ഇൻക്ലൂഡിംഗ് IT, ഫൈനാൻസ്, health care and tourism has shown strong recovery post-pandemic, contributing significantly to economic growth. ഓക്കെ, പോളിസി ഇംപ്ലിക്കേഷൻസ് ഫോർ സസ്റ്റെയിൻഡ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ. ദി ഗവൺമെൻറ് നീഡ്സ് ടു ഫോക്കസ് ഓൺ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ടു എൻഷുർ ഇന്ത്യാസ് യൂത്ത് ക്യാൻ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഗ്രോയിങ് എക്കണോമി. അപ്പോൾ ഇതിന് നമുക്കറിയാം നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഒരു 30 years മാത്രമേ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ടൈം പീരീഡിൽ പ്രോപ്പറായിട്ടുള്ള സ്കിൽഡ് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഫോക്കസ് ചെയ്യണം. പിന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത്, അഡ്രസ്സിംഗ് ദ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റൂറൽ ആൻഡ് urban ഗ്രോത്ത്, ക്രിയേറ്റിംഗ് പോളിസീസ് ദാറ്റ് ആർ ഇൻക്ലൂസീവ് ഓഫ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് വിൽ ബി എസെൻഷ്യൽ ഫോർ ലോങ് ടേം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. പിന്നെ ഗ്രീൻ ഗ്രോത്ത് ഇനിഷ്യേറ്റീവ്, ഇന്ത്യാസ് മൂവ് ടുവേർഡ്സ് റിന്യൂവബിൾ എനർജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് will play a critical role in ensuring future growth aligns with global climate goals. ഓക്കെ, പിന്നെ വേൾഡ് ബാങ്കിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഇതിന് 2 പാർട്ടുണ്ട്. ഒന്ന് എക്കണോമിക് പെർസ്പെക്റ്റീവാണ്, രണ്ടാമത്തേന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബോഡീനെ നോക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ വേൾഡ് ബാങ്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ആകുന്നത്? വേൾഡ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1944 ആസ് എൻ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത് പോസ്റ്റ് വേൾഡ് വാർ ടൂവിൻ്റെ ശേഷം വേൾഡിലെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തു. അതാണ് വേൾഡ് ബാങ്ക്. അപ്പോൾ ഇറ്റ് ലേറ്റർ ഇവോൾവ് ആസ് എ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എയിംഡ് അറ്റ് റെഡ്യൂസിങ് പോവർട്ടി ആൻഡ് പ്രൊമോട്ടിംഗ് ഷെയർഡ് പ്രോസ്പെറിറ്റി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ ഇതിൻ്റെ ഒരു മേജർ ഷെയർ ഹോൾഡർ US ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഏകദേശം 16% US ആണ് ഷെയർ ഹോൾഡിംഗ് വരുന്നത്. ഓക്കെ, മെമ്പേഴ്സ് എന്ന് പറയുന്നത് 189 മെമ്പർ കൺട്രീസ് ഉണ്ട്. അതിൽ ഇന്ത്യ ഒരു പാർട്ടാണ്. ദീസ് മെമ്പേഴ്സ് വർക്ക് ടുഗദർ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, പോവർട്ടി റിഡക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, വേൾഡ് ബാങ്ക് പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ട്സ് നമുക്കറിയാം പ്രിലിംസിലൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ള കാര്യങ്ങളാണ്. ഒന്നെന്ന് വെച്ചാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട്. ദിസ് ഇൻഫ്ലുവൻഷ്യൽ റിപ്പോർട്ട് ഹാവ് ബീൻ പക്ഷേ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹ്യൂമൻ, പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട് വേൾഡ് ബാങ്കിൻ്റെ ആണെന്ന് ഓർത്തിരിക്കുക. കറൻ്റ്ലി അത് ഡിസ്കണ്ടിന്യൂഡ് ആണ്. പിന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ് മെഷേഴ്സ് കൺട്രീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ. പിന്നെ വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, ആനുവൽ ഫ്ലാഗ്ഷിപ്പ് റിപ്പോർട്ട് അനലൈസിങ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ്. ഓക്കെ, പിന്നെ വേൾഡ് ബാങ്കിൻ്റെ 5 ഡെവലപ്മെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണെന്ന് ഓർത്തിരിക്കുക. ഒന്ന് IBRD, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. പിന്നെ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റൽ അസോസിയേഷൻ, ഇൻ്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷൻ, മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി, ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട്. ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ICSID, അതും കൂടി ഓർത്തിരിക്കുക. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ വേൾഡ് ബാങ്ക് ആൻഡ് IMF എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ലോങ് ടേം ലോൺസ് അല്ലെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻസ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പോവർട്ടി ഇറാഡിക്കേഷൻ, ഇത് കുറച്ചുകൂടെ ഈ നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് പൂവർ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ പൂവർ കൺട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വേൾഡ് ബാങ്ക് ചെയ്യുന്നത്.
International Monetary Fund, on the other hand, works to stabilize the international monetary system. കൊണ്ടുവരാൻ ആ മോണിറ്ററി സിസ്റ്റത്തെ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിനെ പ്രോപ്പറായിട്ട് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ട്രേഡ് ബിറ്റ്വീൻ നേഷൻസ്, അതൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് IMF എന്നും കൂടി ഓർത്തിരിക്കാം. അപ്പോൾ ഗ്ലോബൽ എക്കണോമിയിൽ ഇന്ത്യയുടെ പൊസിഷൻ എങ്ങനെയാണെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. വിത്ത് ഗ്രോത്ത് റേറ്റ്സ് ഹയർ ദാൻ മോസ്റ്റ് മേജർ economies, India's economic performance is crucial in shaping global economic landscape. The report suggests that India can further boost its growth by enhancing global trade participation, diversifying its industrial base, and maintaining political and economic stability. ഓക്കെ, നമ്മൾ 2016 ഒരു പ്രീവിയസ് ഇയറും കൂടി നമ്മൾ നോക്കുവാണ്. India's ranking in ease of doing business index is sometimes seen in the news. Which of the following has declared that? അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആ റാങ്കിങ് ഡിക്ലെയർ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ളൊരു റിപ്പോർട്ടാണ്, പക്ഷേ അത് വേൾഡ് ബാങ്ക് ആണ് റിലീസ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചാൽ വിത്ത് റെഫറൻസ് ടു IFC മസാല ബോണ്ട്സ് സംടൈംസ് സീൻ ഇൻ ദ ന്യൂസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ ആർ കറക്റ്റ്? ഓക്കെ, ഒന്നെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷൻ which offers these bonds is an arm of the World Bank. Second എന്ന് വെച്ചാൽ they are the rupee dominated bonds and are a source of debt financing for the public and private sector. അപ്പോൾ ഇതിൻ്റെ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദ്യം. ഫസ്റ്റ് വൺ only, സെക്കൻഡ് വൺ 2 only, തേർഡ് വൺ ബോത്ത് 1 and 2, ഡി എന്ന് പറയുന്നത് നെയ്തർ 1 nor 2. ഓക്കെ, അപ്പോൾ ആൻസർ ബോത്ത് 1 and 2 ആണ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു 5 ഡെവലപ്മെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് വേൾഡ് ബാങ്ക്. അപ്പോൾ IFC അതൊരു പാർട്ടാണ് നമ്മൾ നോക്കിയായിരുന്നു. അത് ഇൻ്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷൻ വേൾഡ് ബാങ്കിൻ്റെ പാർട്ടാണ്. പിന്നെ മസാല ബോണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ബോണ്ടായിരിക്കും. ഓക്കെ, മസാല ബോണ്ട്സ് എന്ന് പറയുന്നത് റുപ്പി ഡോമിനേറ്റഡ് ആയിട്ടുള്ള ബോറോയിങ് ഇഷ്യൂഡ് ബൈ ഇന്ത്യൻ എൻറ്റിറ്റീസ് ഓവർസീസ്. മസാല ബോണ്ട്സ് മീൻസ് സ്പൈസസ്, ടേം യൂസ്ഡ് ബൈ ഇൻ്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷൻ ടു പോപ്പുലറൈസ് ദ കൾച്ചർ, ക്വസ്റ്റീൻ ഓഫ് ഇന്ത്യ ഇൻ ഫോറിൻ പ്ലാറ്റ്ഫോംസ്. ഓക്കെ, അപ്പോൾ അത് ആ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എക്കണോമിയിൽ അല്ലെങ്കിൽ ഇൻകം ഇൻഇക്വാളിറ്റി ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആൻസർ റൈറ്റിങ്ങിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു ന്യൂസായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ ഞാൻ തുടക്കം തന്നെ പറഞ്ഞേക്കുവാണ്. ഓക്കെ, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇൻകം ഇൻഇക്വാലിറ്റി ഈസ് എ മേജർ ഗ്ലോബൽ ഇഷ്യൂ. ഓൾദോ എക്കണോമിക് ഗ്രോത്ത് ഹാസ് റെഡ്യൂസ് പോവർട്ടി ഫോർ മെനി, ഇറ്റ് ഹാസ് നോട്ട് ബീൻ ഷെയർഡ് ഈക്വലി, ലീവിങ് ലാർജ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ബിഹൈൻഡ്. അപ്പോൾ ഇന്ത്യയുടെ കേസിൽ വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള 1% ഹോൾഡ് സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ദ കൺട്രീസ് വെൽത്ത്. ഏകദേശം 49% ഒക്കെ വെൽത്ത് ഹോൾഡ് ചെയ്യുന്നത് 1% ആണ്. ഓക്കെ, അപ്പം ഇൻക്രീസിങ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് ദ പുവർ. ടു അഡ്രസ് ദിസ് ഇറ്റ്സ് നോട്ട് ഇനഫ് ടു സിംപ്ലി റീഡിസ്ട്രിബ്യൂട്ട് wealth. Systematic changes are needed to distribute the economic growth benefits everyone with a focus on inclusion, stability, sustainability and dignity for all. ഓക്കെ, അപ്പം ഇതിൻ്റെ സ്ട്രാറ്റജീസ് ഒക്കെയാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ടാക്സേഷനാണ്. അതായത് എ കീ സ്ട്രാറ്റജി ടു അഡ്രസ് ഇൻഇക്വാലിറ്റീസ് പ്രോഗ്രസീവ് ടാക്സേഷൻ വിച്ച് റീഡിസ്ട്രിബ്യൂട്ട്സ് വെൽത്ത് ഫ്രം ദ affluent to the marginalized. But it is about using tax revenues to improve essential public services such as health, education, skill development, environmental conservation, അല്ലെങ്കിൽ job creation എന്ന രീതിയിൽ ഈ ടാക്സ് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ goal is not to penalize the rich but to ensure that the benefits of economic growth are more equitably shared across the society. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആണ്. ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ, കണ്ടിന്യൂസ് skill development are critical to addressing income disparities. Lifelong learning enhances employability and helps individuals secure better paying jobs, thereby reducing inequality. Government must focus on creating education systems that serve marginalized communities and improve economic mobility. ഓക്കെ, പിന്നെ ലേബർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻസ് ആണ്. പിന്നെ ഫെയർ ആയിട്ടുള്ള ലേബർ ലോസ് കൊണ്ടുവരാം. അപ്പം അതായത് മിനിമം വേജസ് എൻഷുർ ചെയ്യണം, സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരണം, എലിമിനേറ്റിംഗ് ചൈൽഡ് ലേബർ ആൻഡ് പ്രിവെൻറ്റിംഗ് എക്സ്പ്ലോയിറ്റേഷൻ. പിന്നെ കളക്റ്റീവ് ബാർഗെയിനിങ് ആൻഡ് യൂണിയനൈസേഷൻ മസ്റ്റ് ബി സപ്പോർട്ടഡ് ടു എൻഷുർ ഓൾ വർക്കേഴ്സ്, എസ്പെഷ്യലി ദോസ് ഇൻ ഇൻഫോർമൽ സെക്ടർ, receive a fair share of economic benefits. These measures are essential to protect workers from economic shocks and prevent deepening inequalities.
പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് പ്രയോറിറ്റൈസ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ആർ ക്രൂഷ്യൽ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് റിലേറ്റഡ് ടു വാട്ടർ, സാനിറ്റേഷൻ, ഹെൽത്ത്, education and climate change mitigation and green energy must aim to reduce regional disparities. Inclusive infrastructure development can enhance the quality of life for marginalized groups while boosting long-term economic growth. അപ്പം കോൺട്രിബ്യൂഷൻ ഓഫ് ദ സൂപ്പർ റിച്ച്, അതായത് ഇതിൻ്റെ ഇതൊക്കെ ഒരു എക്സാമ്പിൾസ് ആയിട്ട് എടുത്താൽ മതി. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഈ എക്സാമ്പിൾസ് കൊടുക്കാം. ഓക്കെ, അപ്പം ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് ബിൽ ഗേറ്റ്സ് ആൻഡ് വാരൻ ബഫറ്റ്സ് ഗിവിംഗ് പ്ലെഡ്ജ് എയിം ടു എൻകറേജ് റിച്ച് ടു ഡൊണേറ്റ് ലാർജ് പോർഷൻ ഓഫ് ദെയർ വെൽത്ത് ടു ദ സൊസൈറ്റി. ഇൻ ഇന്ത്യ അപ്പോൾ വെൽത്ത് ടാക്സ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇൻക്ലൂഷൻ ആൻഡ് ഇക്വിറ്റി പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ടാക്സിൻ്റെ കേസിലാണെങ്കിൽ ഇക്വാളിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഇപ്പം പുവർ ആയിട്ടുള്ള ഒരാൾ 100 രൂപ സമ്പാദിക്കുന്നു, റിച്ച് ആയിട്ടുള്ള ഒരാൾ 1000 രൂപ സമ്പാദിക്കുന്നു. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു 50% ആണ് ടാക്സ് എങ്കിൽ പുവറിൻ്റെ നിന്ന് പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് 50 രൂപ പോയി അവൻ്റെ കയ്യിൽ ബാക്കി 50 രൂപ ഉള്ളൂ. പക്ഷേ പുവറിൻ്റെ കയ്യിൽ നിന്ന് 50 രൂപ 500 രൂപ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, അയാളുടെ ബാക്കി 500 രൂപയുണ്ട്. അപ്പം റിച്ച് സ്റ്റേസ് റിച്ച്, പുവർ സ്റ്റേസ് പുവർ. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് എക്സാമ്പിളാണ്. പക്ഷേ ഇക്വിറ്റബിൾ ആയിട്ടുള്ള സംഭവമാണെങ്കിൽ 100 രൂപ ഉള്ളതിൻ്റെ നിന്ന് ചിലപ്പോൾ ഒരു 5%, 1000 രൂപ ഉള്ളതിൻ്റെ നിന്ന് 20% ആണെങ്കിൽ, അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പൈസയുണ്ട്, റിച്ച് ആയിട്ടുള്ളവർക്കും സസ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള പൈസയുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻഷ്യൽ ഓരോരുത്തരുടെ എബിലിറ്റി അനുസരിച്ച് ടാക്സേഷൻ കൊണ്ടുവരാം. അങ്ങനെയൊക്കെ അതാണ് ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. Okay, policies should focus on value addition, efficiency, sustainability and justice, emphasizing inclusive growth. There is a need for new economic models that shift from economies of scale to economies of purpose, where the goal is not just GDP creation but human well-being, sustainability and dignity. ഓക്കെ, അപ്പോൾ ഇതിൽ ഡെവലപ്മെൻറ്റൽ എക്കണോമിക്സ് ആണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മളൊരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ എക്കണോമിക് ഗ്രോത്ത്, അതായത് നമ്മൾ നോക്കുമ്പോൾ GDP ഗ്രോ ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത്ര ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഒരാളുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഉണ്ടാക്കുന്ന ഗ്രോത്ത് ആക്ച്വലി ആൾക്കാരുടെ ലൈഫിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരുമ്പോഴാണ് അത് എക്കണോമിക് ഡെവലപ്മെൻ്റ് ആയിട്ട് മാറുന്നത്. പിന്നെ റോൾ ഓഫ് SMEs ആൻഡ് ലോക്കൽ ഡെവലപ്മെൻറ്റ്, ഗാന്ധിയൻ മോഡൽ ഓഫ് ഡീസെൻട്രലൈസേഷൻ ഫോക്കസിങ് ഓൺ ലോക്കൽ ടാലൻറ്റ്, പിന്നെ ലോക്കൽ റിസോഴ്സസ് ആൻഡ് സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ. Okay, small and medium enterprises are vital for job creation and regional development, but they often struggle to access credit and resources which banks typically reserve for larger corporations. Digital platforms should bridge this gap by connecting local innovations to larger markets, enabling small and medium enterprises to scale up and contribute meaningfully to the economy. ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് ആൻഡ് ഫ്യൂച്ചർ ജോബ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫ്യൂച്ചർ ജോബ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫുഡ്, ഹെൽത്ത്, ടൂറിസം ആൻഡ് മാനുഫാക്ചറിങ് എന്നൊക്കെയാണ് നെക്സ്റ്റ് ജോബ് ക്രിയേഷൻസ് വരുന്നത്. റൈസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാരണം ഒരു ഇൻകം ഇൻക്വാളിറ്റി കൂടാൻ ചാൻസസ് ഉണ്ട്. അപ്പം പോളിസീസ് എന്ത് ചെയ്യണം, പോളിസീസ് അപ്സ്കില്ലിങ്, ഈ വർക്ക് ഫോഴ്സിൻ്റെ അപ്സ്കില്ലിങ് ഫോക്കസ് ചെയ്ത് വേണം പോളിസീസ് കൊണ്ടുവരാൻ. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ടെക്നോളജി ഷുഡ് ബി ഗിയർഡ് ടുവേർഡ്സ് ഡീസെൻട്രലൈസിങ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ, എൻഷുറിംഗ് ദാറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് റീച്ച് ഓൾ പാർട്സ് ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, ഇതിൻ്റെ ഒരു വേ ഫോർവേഡ് നമുക്ക് വേണമെങ്കിൽ പറയാം. There must be a realization that the current economic model focused on high consumption and large scale production is unsustainable. അപ്പം അത് അല്ലെങ്കിൽ എക്കണോമിക് ഇൻഇക്വാളിറ്റി കൂട്ടത്തേ ഉള്ളൂ. ഇന്ത്യ മസ്റ്റ് ഫോക്കസ് ഓൺ ക്രിയേറ്റിംഗ് ന്യൂ എക്കണോമി ഓഫ് പർപ്പസ് where emphasis on sharing, caring and meeting basic human needs over consumerism. പിന്നെ digital platforms, skill development and innovative policies that prompt decentralization and inclusivity will be key to reducing income inequality in the future. Policy changes should include more support for small and medium enterprises, local innovation, sustainable development and equitable distribution of wealth through പ്രോഗ്രസീവ് ടാക്സേഷൻ. അപ്പോൾ ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്നത്. പിന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അമർത്യ സെൻ എക്കണോമിക് മോഡൽ.
അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാം. ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കുറച്ചുകൂടെ എൻട്രി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ന്യൂസ് ഇച്ചിരി ഡ്രൈ ആണ്, പക്ഷേ അത് ആ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്കണോമിക് ഇൻഇക്വാളിറ്റി ഒക്കെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഒക്കെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോയിൻറ്റ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.